ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കാസ്കോഡ് ആംപ്ലിഫയർ ആണ്. സോ കാസ്കേഡ് ആംപ്ലിഫയർ നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ എഫക്റ്റ് ഓഫ് കാസ്കേഡിങ് ഓൺ ആംപ്ലിഫയേഴ്സ്, എഫക്റ്റ് ഓഫ് കാസ്കേഡിങ് ഓൺ ഗെയിൻ ആൻഡ് ബാൻഡ്വിഡ്ത്ത് ഓഫ് ആംപ്ലിഫയേഴ്സ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പഠിച്ചത്. സോ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് കാസ്കോഡ് ആംപ്ലിഫയർ? സോ കാസ്കോഡ് ആംപ്ലിഫയർ നമ്മൾ യൂസ് ചെയ്യുന്നത്, സോ in addition to providing a high output impedance as a current source, the cascode topology can also serve as a high gain amplifier. So ഇതിൻ്റെ ആപ്ലിക്കേഷൻ ആണ് പറയുന്നത്, providing a high output impedance as a current source and it can also serve as a high gain amplifier. അതുപോലെ തന്നെ അതിൻ്റെ ഷോർട്ട് സർക്യൂട്ട് ട്രാൻസ് കണ്ടക്റ്റൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: GM is equal to I out by V in, output current by input current at V out is equal to 0. So GM നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയിട്ട് സെറ്റ് ചെയ്തിട്ട് ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് വോൾട്ടേജ്, അതാണ് ഷോർട്ട് സർക്യൂട്ട് ട്രാൻസ് കണ്ടക്റ്റൻസ്. അതെങ്ങനെ അനലൈസ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. സോ കാസ്കോഡ് ആംപ്ലിഫയർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ ഔട്ട്പുട്ട് ഇമ്പിഡൻസ്, അതുപോലെ തന്നെ ഹൈ ഗെയിൻ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അതാണ് കാസ്കോഡ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. സോ ഒരു കാസ്കോഡ് ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രമാണ് ഇത് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ GM എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. സോ ദ ട്രാൻസ് കണ്ടക്റ്റൻസ് സിഗ്നിഫൈസ് ദ സ്ട്രെങ്ത് ഓഫ് എ സർക്യൂട്ട് ഇൻ കൺവേർട്ടിംഗ് ഇൻപുട്ട് വോൾട്ടേജ് ടു എ കറണ്ട്. സോ ഇതാണ് കാസ്കോഡ് ആംപ്ലിഫയർ. അതിൻ്റെ സ്മോൾ സിഗ്നൽ മോഡലാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത് ഈ Q2ൻ്റെ ഡ്രെയിനിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. അതായത് D2 എന്ന് പറയുന്ന ആ ഒരു ടെർമിനലിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. ഈ ഒരു കണക്ഷനെയാണ് കാസ്കോഡിങ് കണക്ഷൻ എന്ന് പറയുന്നത്. സോ ഇതൊരു മോസ് വെച്ചിട്ടുള്ള ഒരു കാസ്കോഡ് ആംപ്ലിഫയർ ആണ് നമ്മളിവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നമുക്ക് രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്, Q1 ആൻഡ് Q2. Q1ൻ്റെ ബേസിലാണ് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്തേക്കുന്നത് VI. ദെൻ Q2ൻ്റെ ബേസ് ഗ്രൗണ്ട് ചെയ്തേക്കുവാണ്. D2ൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ഈ ഒരു സർക്യൂട്ടിൻ്റെ, ഈ ഒരു കാസ്കോഡ് ആംപ്ലിഫയറിൻ്റെ സ്മോൾ സിഗ്നൽ ഇക്വലൻറ്റ് മോഡലാണ് ഈ വരച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം, ഇതിൻ്റെ സ്മോൾ സിഗ്നൽ മോഡൽ വരയ്ക്കാൻ നമുക്കറിയാം. സോ ഇത് നമ്മൾ വരയ്ക്കുമ്പോൾ ഇവിടെ ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ടിൽ VI ആണ്. സോ ഇവിടുത്തെ കറണ്ട് സോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് GM/VI വരും. ദെൻ ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ Rout എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നമുക്ക് ഇക്വലൻറ്റ് സർക്യൂട്ടിൽ വരും. സ്മോൾ സിഗ്നൽ മോഡൽ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ടൊക്കെ വരയ്ക്കാൻ. സോ ദിസ് ഇസ് ദ ഇക്വലൻറ്റ് മോഡൽ ഓഫ് ദിസ് കാസ്കോഡ് ആംപ്ലിഫയർ. സോ നമ്മളിവിടെ ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കാസ്കോഡ് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് ട്രാൻസ് കണ്ടക്റ്റൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്മോൾ സിഗ്നൽ മോഡൽ യൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഷോർട്ട് സർക്യൂട്ട് ട്രാൻസ് കണ്ടക്റ്റൻസ് ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. I out by V in at V out is equal to 0. സോ നമ്മൾ V out മെഷർ ചെയ്യുന്നത് ഈ ഒരു ടെർമിനലിൽ നിന്നാണ്, D2 നിന്നാണ്. സോ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഷോർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ട്രാൻസ് കണ്ടക്റ്റൻസ് ഡിഫൈൻ ചെയ്യാൻ. സോ ഞാനിവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഷോർട്ട് ചെയ്തു. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് സെറ്റ് ടു 0. സോ ഔട്ട്പുട്ട് വോൾട്ടേജിനെ ഗ്രൗണ്ട് ചെയ്തു, അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഷോർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു സ്മോൾ സിഗ്നൽ മോഡൽ അനലൈസ് ചെയ്ത് നമുക്ക് ആ ഒരു GMൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ പോവാണ്. സോ ഇതിൻ്റെ സ്മോൾ സിഗ്നൽ മോഡലാണ് ഈ വരച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ സ്മോൾ സിഗ്നൽ മോഡൽ വരയ്ക്കുമ്പോൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ ആ ഒരു Q2 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ തന്നെ ആദ്യം അനലൈസ് ചെയ്യാം. Q2 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ ഇത് ഗ്രൗണ്ടാണ്, ഔട്ട്പുട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്തേക്കുവാണ്. സോ ഇവിടെ നോക്കുക, GM ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഔട്ട്പുട്ട് ഈസ് സെറ്റ് ടു 0. സോ ഫോർ ഡിറ്റർമിനിങ് ദ വാല്യൂ ഓഫ് GM, ഔട്ട്പുട്ട് ഈസ് സെറ്റ് ടു 0. അപ്പോൾ നമ്മൾ ആ ലോഡ് കണക്ട് ചെയ്തേക്കുന്ന ആ ഒരു ടെർമിനൽ പോയിൻ്റ് ഗ്രൗണ്ട് ചെയ്തേക്കുന്നു. സോ ഇതിൻ്റെ സ്മോൾ സിഗ്നൽ മോഡൽ ഞാൻ വരച്ചേക്കുവാണ്. ഇവിടെ നമുക്ക് ഗേറ്റ് ഈ പോയിൻ്റ് ഗ്രൗണ്ട് ചെയ്തേക്കുവാണ്. സോ VGS2 ഇതാണ് സോഴ്സ്. പക്ഷേ സോ ദിസ് ഈസ് VGS2. ദെൻ ഇവിടെ നമുക്കറിയാം GM2, സെക്കൻഡ് ട്രാൻസിസ്റ്ററിൻ്റെ ട്രാൻസ് കണ്ടക്റ്റൻസ് GM2 ഇൻറ്റു VGS2 കറണ്ട് സോഴ്സ്. ദെൻ ഇതിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് R02. ദെൻ അത് ഗ്രൗണ്ട് ചെയ്തേക്കുന്നു. ഇനി നമുക്ക് നോക്കാം, സെക്കൻഡ് ട്രാൻസിസ്റ്റർ വരയ്ക്കുവാണെങ്കിൽ സെക്കൻഡ് ട്രാൻസിസ്റ്ററിൻ്റെ ഡ്രെയിനാണ് അടുത്തതിൻ്റെ സോഴ്സിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്. സോ ദിസ് ഈസ് ദ സോഴ്സ് ടെർമിനൽ ഓഫ് ദ ഫസ്റ്റ് ട്രാൻസിസ്റ്റർ. ഇത് സെക്കൻഡ് ട്രാൻസിസ്റ്ററിൻ്റെ ഡ്രെയിൻ ടെർമിനലാണ്. അതാണ് D1 S2 എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. D1 ഈസ് ദ
D1 is the first transistor drain. So this is D1 and this is S2. So ഇതാണ് നമ്മുടെ D1 S2 എന്ന് പറയുന്ന പോയിന്റ്. സോ നമ്മൾ ആദ്യത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ഇക്വലൻറ്റ് മോഡൽ വരച്ചു. ദെൻ രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ ഇതിൻ്റെ ഇക്വലൻറ്റ് മോഡൽ വരയ്ക്കുവാണ്. ഇവിടെ ഇൻപുട്ട് VGS1 എന്ന് പറയുന്നത് VI ആണ്. സോ ഇവിടെ ഞാൻ VI മാർക്ക് ചെയ്തു. ദെൻ ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് GM1 VI ആണ്. ഫസ്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ ട്രാൻസ് കണ്ടക്റ്റൻസ് ഇൻറ്റു VI. ദെൻ ഇതിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് R01, ഇതിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് R02. അപ്പോൾ ഈ ഒരു കാസ്കോഡ് കണക്ഷൻ്റെ സ്മോൾ സിഗ്നൽ മോഡലാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഔട്ട്പുട്ട് ഗ്രൗണ്ട് ചെയ്തേക്കുവാണ്. സോ നമ്മൾ ഈ സർക്യൂട്ട് വരച്ചു, അതിൻ്റെ ഇക്വലൻറ്റ് മോഡലും വരച്ചു, ഈസി ആയിട്ട് വരയ്ക്കാവുന്നതാണ്. സോ ഇനി നമ്മൾ GMൻ്റെ വാല്യൂ നോഡ് അനാലിസിസ് യൂസ് ചെയ്തിട്ട് ഈ GMൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഞാൻ നോഡ് അനലൈസ് ചെയ്യുന്നത് ഞാൻ ഈ D1 S2 എന്ന് പറയുന്നത് ഈ നോഡാണ് ഞാനിവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ അറ്റ് നോഡ് D1, S2, D1ഉം S2ഉം കൂടെ വരുന്ന ആ ഒരു നോഡ്, ആ നോഡിൽ നമ്മൾ കറണ്ട് ഇക്വേഷൻ കിർച്ചോഫ് കറണ്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്യുവാണ്. സോ KCL അപ്ലൈ ചെയ്യുമ്പോൾ അറ്റ് നോഡ് D1 S2 KCL അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു നോഡിൽ, ഇതെല്ലാം സെയിം നോഡാണ്, ഈ നോഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എൻ്റർ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് GM2 VGS2. ദെൻ ഇവിടെ R02, ഇവിടെ നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് VGS2 ആണ്. സോ R02ന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് VGS2 ആയിരിക്കും. കറണ്ട് എന്ന് പറയുന്നത് VGS2/R02 ആയിരിക്കും. V/R ആണ് കറണ്ട്. സോ ഇവിടുത്തെ വോൾട്ടേജ് VGS2 ആയതുകൊണ്ട് ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് VGS2 ആയിരിക്കും. സോ കറണ്ട് എന്ന് പറയുന്നത് VGS2/R02 ആയിരിക്കും. സോ ഈ കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്കറിയാം ഡ്രെയിൻഡ് സോഴ്സാണ് കറണ്ട് ഫ്ലോ, അതാണ് ഇങ്ങനെ മാർക്ക് ചെയ്തേക്കുന്നത്. ദെൻ നമുക്കിവിടെ KCL അപ്ലൈ ചെയ്യുമ്പോൾ ഈ നോഡിലേക്ക് വരുന്ന കറണ്ടാണ് GM2 VGS2. ദെൻ അടുത്ത വരുന്ന കറണ്ട് എന്ന് പറയുന്നത് VGS2/R02. അപ്പോൾ ഈ നോഡിലേക്ക് വരുന്ന രണ്ട് കറണ്ടുകളും നമുക്ക് മനസ്സിലായി. ഈ കറണ്ടും ഇവിടേക്ക് വരികയാണ്. ഈ കറണ്ടും ഈ R01 കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട്, അതായത് ഇവിടുത്തെ വോൾട്ടേജ് ഇവിടുത്തെ നോഡ് വോൾട്ടേജ് വെച്ചിട്ട് പറയുവാണെങ്കിൽ VGS2/R01, ആ കറണ്ടും ഇതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. അതിൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. കാരണം ഇതെന്ന് പറയുന്നത് D1 S2 എന്ന് പറയുന്ന നോഡാണ്. സോ D1 S2 എന്ന് പറയുന്ന നോഡാണ്. സോ ഇവിടുത്തെ R01 ഫ്ലോ ചെയ്യുന്ന കറണ്ടും കറണ്ട് എൻറ്ററിങ് ആണ് ഇൻ ദ നോഡ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് VGS2/R01. ഈ കറണ്ടും എൻറ്ററിങ് ആണ്. ദെൻ ഇവിടുന്ന് ലീവ് ചെയ്യുന്ന, ഈ നോഡിൽ നിന്ന് ലീവ് ചെയ്യുന്ന ഒരേ ഒരു കറണ്ട് എന്ന് പറയുന്നത്, സോ കറണ്ട് സം ഓഫ് കറണ്ട് എൻറ്ററിങ് ഇസ് ഈക്വൽ ടു സം ഓഫ് കറണ്ട് ലീവിങ് എന്ന് പറയുന്നത് GM1 VI ആണ്. സോ നമ്മൾ KCL അപ്ലൈ ചെയ്തു. ഇതിനകത്തുനിന്ന് നമുക്ക് VGS2 കോമൺ ആയിട്ട് എടുക്കാം. സോ VGS2 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ GM2 ഉണ്ട്, ഇവിടെ 1/R02 ഉണ്ട്, ഇവിടെ 1/R01 ഉണ്ട്, ഇവിടെ VGS2 നമ്മൾ കോമൺ എടുത്തു. സോ ദിസ് ഈസ് ഈക്വൽ ടു GM1 ഇൻറ്റു VI എന്ന് കിട്ടും. ഈ ഒരു GM2 എന്ന് പറയുന്നത് സെക്കൻഡ് ട്രാൻസിസ്റ്ററിൻ്റെ ട്രാൻസ് കണ്ടക്റ്റൻസ് ആണ്. ആ വാല്യൂ, ആ ട്രാൻസ് കണ്ടക്റ്റൻസ് വാല്യൂ GM2 എന്ന് പറയുന്നത് വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1/R01, 1/R02. സോ ഈ രണ്ട് ടേമുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ GM2 എന്ന് പറയുന്ന വാല്യൂ, ട്രാൻസ് കണ്ടക്റ്റൻസ് വാല്യൂ വളരെ കൂടുതലാണ്. അത് കാരണം നമുക്ക് ഈ ഒരു ഇക്വേഷനെ ഒന്ന് അപ്രോക്സിമേറ്റ് ചെയ്യാം. അസംഷൻസ് ആണ് GM2. സോ ഇത് രണ്ടും നമുക്ക് നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ GM2 VGS2 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു GM1 VI. സോ ഇതിന് ഞാൻ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. സോ നമുക്ക് പറയാം the current of the controlled source of Q2 is equal to the current of controlled source of Q1. So Q2
ഫ്ലോ ചെയ്യുന്ന കറണ്ട് Q1 ഫ്ലോ ചെയ്യുന്ന കറണ്ടും നമുക്കിവിടെ സെയിം ആയിട്ട് നമുക്ക് കിട്ടി. അതാണ് നമ്മുടെ ഈ ഇക്വേഷൻ 1 എന്ന് പറയുന്ന. സോ നമുക്കിവിടെ എഴുതാം ദ കറണ്ട് ഓഫ് controlled source of Q1 of Q2 is equal to the current of controlled source of Q1. സോ ഇതാണ് നമുക്ക് ഫസ്റ്റ് D1S1 D1S2 എന്ന് പറയുന്ന നോഡ് അനലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. സിമിലർലി ഞാൻ D2 എന്ന് പറയുന്ന നോഡും കൂടെ അനലൈസ് ചെയ്യാൻ പോവാണ്. സോ അറ്റ് നോഡ് D2 അവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എൻറ്ററിങ് I0 ആണ്, ബാക്കിയെല്ലാം ലീവിങ് കറണ്ടാണ്. സോ I0 കറണ്ട് എൻറ്ററിങ് I0 ഈസ് ഈക്വൽ ടു സം ഓഫ് കറണ്ട് ലീവിങ്. സം ഓഫ് കറണ്ട് ലീവിങ് മീൻസ് GM2 VGS2 എന്ന് പറയുന്ന ഈ വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് ഉണ്ട്, പിന്നെ ഈ ഒരു കറണ്ടും ഉണ്ട്. സോ GM2 VGS2 പ്ലസ് VGS2 ബൈ R02. സോ ഇവിടുന്ന് VGS2 ആണ്. VGS2 ഞാൻ കോമൺ ആയിട്ട് എടുക്കുവാണ്. കോമൺ ആയിട്ട് എടുക്കുമ്പോൾ GM2 പ്ലസ് 1 ബൈ R02 എന്ന് കിട്ടും. സോ നമ്മൾ കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്ത് ഈ ഒരു വാല്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. സോ ഇവിടെയും നമുക്കറിയാം GM2 very much greater than 1 by R02 ആണ്. So this can also be approximated as VGS2 into GM2. So since reason എന്താണ്, GM2 is ഇവിടെ assumption നമ്മൾ പറഞ്ഞിരുന്നു, GM2 is greater than 1 by R02. So this can be approximated as GM2 into VGS2. Then ഇതാണ് ഇക്വേഷൻ 2 എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് GM2 VGS2നെ GM1 VY എന്ന് നമുക്ക് 1 വെച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ആ 1 ഇവിടെ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ യൂസിങ് ഇക്വേഷൻ 1 2 implies I0 is equal to VGS2 GM2ന് പകരം നമുക്ക് GM1 VI എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. GM1 VI. സോ ഇതിൽ നിന്ന് നമുക്ക് therefore we can determine the short circuit trans conductance GM as I0 by VI. I0 by VI that is equal to GM1. സോ ഇങ്ങനെയാണ് നമ്മൾ GM വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ GM വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് സെറ്റ് ടു 0 അല്ലെങ്കിൽ അതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. ഈ രീതിയിൽ കിർച്ചോഫ് ലോ 2 നോഡ് സ്മോൾ സിഗ്നൽ മോഡൽ വരച്ചിട്ട് 2 നോഡ് ഇക്വേഷൻസ് അനലൈസ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കതിൻ്റെ വാല്യൂ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഈ രീതിയിലാണ് നമ്മളിത് അനലൈസ് ചെയ്യുന്നത്. ദെൻ നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കൂടെ ഡിറ്റർമിൻ ചെയ്യണം. സോ നെക്സ്റ്റ് ഈസ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. സോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഡിറ്റർമിൻ ചെയ്യാൻ നമ്മളിവിടെ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഫോർ ദിസ് പർപ്പസ് വി സെറ്റ് VI to 0 which results Q1 simply reduced to its output resistance R01 which appears in the source circuit of Q2. സോ നമ്മളിവിടെ നമ്മുടെ കാസ്കോഡ് ആംപ്ലിഫയറിനകത്ത് ഇൻപുട്ട് വോൾട്ടേജിനെ നമ്മൾ 0 ആക്കി കൊടുക്കുന്നു. ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് 0 ആക്കി കഴിഞ്ഞാൽ നമ്മൾ ആ കറണ്ട് സോഴ്സ് വാല്യൂ വരില്ല. സോ ഈ ഒരു ഷോർട്ട് സർക്യൂട്ട് ഇൻപുട്ട് വോൾട്ടേജ് 0 മീൻസ് VGS1 0. So VGS1 is equal to 0 means GM1 VI 0. സോ ഈ ഒരു കറണ്ട് സോഴ്സ് വരത്തില്ല. പിന്നെ നമുക്ക് R01 മാത്രം അവിടെ എക്സിസ്റ്റ് ചെയ്യും. സോ നമ്മുടെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഡിറ്റർമിൻ ചെയ്യുന്ന ആ ഒരു ഫിഗർ ആ Q1ന് പകരം നമുക്കൊരു R01 വെച്ച് മാത്രം റീപ്ലേസ് ചെയ്യുക. അതാണ് പറയുന്നത്. സോ എങ്ങനെയാണ് നമ്മൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ സെറ്റ് ദ ഇൻപുട്ട് വാല്യൂ ടു 0. ഇൻപുട്ടിനെ 0 ആക്കുക. which results in Q1 simply reduced to its output resistance R01 which appears in the source circuit of Q2 as shown in figure. So ഇതാണ് Q1ന് ഇക്വലൻ്റ് ആയിട്ട് വരുന്ന വാല്യൂ.
So then now replace Q2 with its hybrid pi model and apply test voltage Vx. നമുക്കറിയാം റെസിസ്റ്റൻസ് ഡിറ്റർമിൻ ചെയ്യാൻ നമ്മൾ ഔട്ട്പുട്ട് സൈഡിൽ ഒരു ടെസ്റ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുക, ദെൻ ആ കറണ്ട് മെഷർ ചെയ്യുക. ആ രീതിയിലാണ് നമ്മൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. സോ ഇവിടെയും നമ്മൾ അതുപോലെയാണ് ചെയ്യുന്നത്. സോ റീപ്ലേസിങ് Q2 വിത്ത് ഇറ്റ്സ് ഹൈബ്രിഡ് പൈ മോഡൽ. അതുകൊണ്ടാണ് ഹൈബ്രിഡ് പൈ മോഡൽ വരച്ചിട്ടുണ്ട്. സോഴ്സിൽ R01 മാത്രമാണ്, ഇവിടെ VGS2, ഇവിടെ GM2 VGS2, ഇത് R02, ഇതിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ചാനൽ ലെങ്ത് മൗണ്ടേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വരും R02. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ R01 മാത്രമേ ഉള്ളൂ, അത് Q1 ഇക്വലൻ്റ് ആയിട്ട്. സോ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ സർക്യൂട്ട്, എന്നിട്ട് ഇവിടെ ഔട്ട്പുട്ട് സൈഡിൽ നമ്മളൊരു ടെസ്റ്റ് വോൾട്ടേജ് Vx അപ്ലൈ ചെയ്യണം. ആ Vxന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ടാണ് Ix. ദെൻ Vx/Ix മെഷർ ചെയ്താൽ നമുക്ക് R0 ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഡിറ്റർമിൻ ചെയ്യാം. സോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഡിറ്റർമിൻ ചെയ്യുന്നത് Vx/Ix, ആ ടെസ്റ്റ് വോൾട്ടേജ് ബൈ കറസ്പോണ്ടിങ് കറണ്ട് Ix. സോ നമുക്കിവിടെ ഇത് ഒന്ന് ചെയ്ത് നോക്കാം. നമ്മളിവിടെ ഇവിടുത്തെ വോൾട്ടേജ് അറ്റ് ദ സോഴ്സ് നോഡ്, വോൾട്ടേജ് അറ്റ് ദ സോഴ്സ് നോഡ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം -VGS2 എന്ന് പറയുന്ന വോൾട്ടേജാണ്. ഈ നോഡിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെയും കണ്ടതാണ്. ഈ നോഡിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന -VGS2 എന്ന് പറയുന്നൊരു വോൾട്ടേജ് ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് വോൾട്ടേജ് അറ്റ് സോഴ്സ് നോഡ് ഈക്വൽ ടു -VGS2. കാരണം ഇവിടെ സൈൻ ആ രീതിയിലാണ്, പ്ലസ് മൈനസ് ആണ്. സോ ഇവിടുന്ന് മെഷർ ചെയ്യുമ്പോൾ, ഈ നോഡ് വെച്ച് മെഷർ ചെയ്യുമ്പോൾ, ഈ നോഡായിരുന്നെങ്കിൽ അത് പ്ലസ് ആണ്, ഈ നോഡാണെങ്കിൽ -VGS2. ആ -VGS2 ഇപ്പോൾ ഈ നോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ്, ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ വോൾട്ടേജ് എന്ന് പറയുന്നത്, ഈ നോഡിലെ വോൾട്ടേജ് -VGS2 ആണ്. സോ Ix ഇൻറ്റു R01 -VGS2 ഈക്വൽ ടു Ix ഇൻറ്റു R01. സോ അതായിരിക്കും ആ സോഴ്സിലെ വോൾട്ടേജ് എന്ന് പറയുന്നത്. ദിസ് വാല്യൂ ഈക്വൽ ടു Ix ഇൻറ്റു R01. ദെൻ നമുക്ക് Vxൻ്റെ എക്സ്പ്രഷൻ എഴുതി നോക്കാം. Vx, ആ ടെസ്റ്റ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ. സോ Vx ഈക്വൽ ടു ഈ Ix എന്ന് പറയുന്നത് ഈ R02 ഫ്ലോ ചെയ്യുന്നുണ്ട്. ദെൻ നമുക്കിവിടെ നോക്കുവാണെങ്കിൽ ഒരു GM2 VGS2 എന്ന് പറയുന്ന ഒരു കറണ്ട് ഉണ്ട്, അതും R02 ഫ്ലോ ചെയ്യുവാണ്. പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്. Ixൻ്റെ ഡയറക്ഷൻ ഈ ഒരു ഡയറക്ഷനിലാണെങ്കിൽ GM2 VGS2 ഫ്ലോ ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ വി ക്യാൻ റൈറ്റ് Vx is equal to Ix R02 minus GM2 VGS2 into R02. സോ ഈ R02 ഫ്ലോ ചെയ്യുന്ന രണ്ട് കറണ്ട് Ix ഇൻറ്റു R02, ദെൻ ഈ ഒരു കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ മെഷർ ചെയ്തു. ദെൻ ഇവിടെ നമുക്കൊരു വാല്യൂ കൂടെ ഉണ്ട്, Ix ഇൻറ്റു R01. സോ ഇതിൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലാണ്. സോ Ix ഇൻറ്റു R01, ഇതിൻ്റെ ഒരു സമ്മേഷൻ ആയിരിക്കും നമ്മുടെ Vx എന്ന് പറയുന്ന വോൾട്ടേജ്. സോ ദിസ് ഈസ് ഈക്വൽ ടു Ix ഇൻറ്റു R01. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് 1 into substitute equation 1 in equation 2. So നമുക്ക് Vxൻ്റെ എക്സ്പ്രഷൻ Vx is equal to Ix into R02. ഇവിടെ -VGS2 പകരം Ix R01 എന്ന് കൊടുക്കാം, ഇത് പ്ലസ് ആവും അന്നേരം Ix into R01 R02. സോ ഒരു GM2 കൂടെ വരും, GM2 പ്ലസ് Ix ഇൻറ്റു R01. സോ ഇവിടെ നിന്ന് നമുക്ക് Ix കോമൺ ആക്കി എടുക്കാം. Ix കോമൺ ആക്കി എടുത്താൽ R01 പ്ലസ് R02 പ്ലസ് GM2 R01 R02. ദെൻ ഇവിടെ നമുക്കറിയാം ഇവിടുത്തെ ഒരു ഡോമിനേറ്റിംഗ് ഫാക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞു, R01 R02 നമ്മൾ 1/R0 GM2 എന്ന് പറയുന്ന വാല്യൂ, GM2 എന്ന് പറയുന്നത് വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1/R01 1/R02.
സോ അതിനെക്കാട്ടി ഗ്രേറ്റർ ആണ് GM2. സോ ഇവിടുത്തെ ഒരു ഡോമിനേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് ടേം ആണ്. സോ ദിസ് ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ആസ് R01 R02 നെഗ്ലക്റ്റ് ചെയ്ത് നമുക്ക് ഇതിനകത്തുനിന്ന് സോ അല്ലെങ്കിൽ നമുക്ക് ആദ്യം ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് തന്നെ ഡിറ്റർമിൻ ചെയ്യാം. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ Vx/Ix ആണ്. ഇവിടെ നമുക്ക് Vx/Ixൻ്റെ വാല്യൂ R01 + R02 + GM2 R01 R02 എന്ന് വരും. ഇതിനെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് എഴുതാം, കാരണം ഈ ഒരു തേർഡ് ടേം GM2 കൂടുതലായതുകൊണ്ട് ഇതിനെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? GM2 R01 R02 എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. R0 ഈസ് അപ്രോക്സിമേറ്റഡ് ആസ് ദിസ് ഇക്വേഷൻ. സോ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ട്രാൻസ് കണ്ടക്റ്റൻസ് GM കണ്ടുപിടിച്ചു. അതുപോലെ R0യും കാസ്കോഡ് ആംപ്ലിഫയറിൻ്റെ R0യും നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. ദെൻ നമുക്ക് വോൾട്ടേജ് ഗെയിൻ നോക്കാം. സോ വോൾട്ടേജ് ഗെയിൻ, സോ if the cascode amplifier is loaded with a ideal constant current source, so ഈ ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് നമ്മൾ ഔട്ട്പുട്ടിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ ഗെയിൻ മെഷർ ചെയ്യുവാണ്. സോ ഇത് ആഡ് ചെയ്തു. ദെൻ അതിൻ്റെ സ്മോൾ സിഗ്നൽ മോഡൽ വരച്ചു. ഇതാണ് നമ്മുടെ സ്മോൾ സിഗ്നൽ മോഡൽ. ഈ സ്മോൾ സിഗ്നൽ മോഡൽ വരയ്ക്കുമ്പോൾ നമുക്കറിയാം VGS2നെ ഗ്രൗണ്ട് ചെയ്യണം. ഇത് ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. ദെൻ ഇവിടെ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. സോ ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു GM VI വരും. ദെൻ ഇതിന് ഇക്വലൻ്റ് ആയിട്ട് R0 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് വരും. സോ ഇതാണ് അതിൻ്റെ ഇക്വലൻ്റ് സർക്യൂട്ട്. സോ ഇവിടെ നമ്മൾ വോൾട്ടേജ് ഗെയിൻ മെഷർ ചെയ്യുകയാണെങ്കിൽ AV = V0/Vi ആണ്. ഇവിടെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. -GM1 × R0 എന്ന് കിട്ടും. നമുക്കത് ഓൾറെഡി സോൾവ് ചെയ്തിട്ടുള്ളതാണ് പല രീതിയിൽ. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് വാല്യൂ എന്ന് പറയുന്നത് ദിസ് കറണ്ട് ഇൻറ്റു ദിസ് റെസിസ്റ്റൻസ്, അതായിരിക്കും നമ്മുടെ ഗെയിൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് -GM1 × R0യ്ക്ക് പകരം നമ്മൾ നേരത്തെ ഡിറ്റർമിൻ ചെയ്ത അപ്രോക്സിമേറ്റ് വാല്യൂ ഇവിടെ കൊടുക്കാം. ദാറ്റ് ഈസ് GM2 R01 R02. സോ GM2 R01 R02 എന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മളത് അസംഷൻ ചെയ്യുകയാണ്. ഇഫ് ദ ട്രാൻസ് കണ്ടക്റ്റൻസ് ഓഫ് Q1 and Q2 are equal and that value is equal to GM and the output resistance R01 is equal to R02 is equal to R0. ഇങ്ങനൊരു അസംഷനിൽ നമ്മുടെ ഗെയിൻ എന്തായിട്ട് കിട്ടും? ഗെയിൻ എന്ന് പറയുന്നത് ഇവിടെ GM എന്ന് കൊടുക്കാം, ഇവിടെയും GM എന്ന് കൊടുക്കാം, ഇവിടെ R0 എന്ന് കൊടുക്കാം, R0 എന്ന് കൊടുക്കാം. സോ ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്ന ഗെയിനിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -GM R0 the whole square എന്ന് കിട്ടും. സോ ഇത് ശരിക്കും ഈക്വൽ ടു എന്തെന്ന് എഴുതാം? -A0² എന്നറിയാം. GM R0 എന്ന് പറയുന്നത് ഒരു മോസിൻ്റെ ഗെയിനാണ് GM R0 എന്ന് പറയുന്നത്. സോ A0 വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, A0². സോ നമുക്കിവിടെ ഓവറോൾ ഗെയിനായിട്ട് കിട്ടുന്നത്, കാസ്കോഡിങ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഓവറോൾ ഗെയിൻ എന്ന് പറയുന്നത് അതിൻ്റെ സ്ക്വയർ ആയിട്ടാണ് കിട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിനകത്തൊരു ഇൻക്രീസ് വന്നു. സോ നമുക്കിവിടെ എഴുതാം കാസ്കോഡിങ് results in increased gain magnitude from A0 to a value A0². സോ ഇങ്ങനെ ഗെയിനകത്തൊരു ഇൻക്രീസ് ഉണ്ടാവുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ നമ്മളത് പ്രൂവ് ചെയ്തു. വോൾട്ടേജ് ഗെയിനും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുന്നുണ്ട് കാസ്കോഡ് ആംപ്ലിഫയർ യൂസ് ചെയ്യുമ്പോൾ. സോ ഒരു കാസ്കോഡ് ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം, അതിൻ്റെ സ്മോൾ സിഗ്നൽ മോഡൽ, ദെൻ അത് യൂസ് ചെയ്തിട്ട് ക്യാപിറ്റൽ GM മീൻസ് ഷോർട്ട് സർക്യൂട്ട് ട്രാൻസ് കണ്ടക്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ വോൾട്ടേജ് ഗെയിൻ, ഇത്രയും നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. സോ ഇത്രയാണ് ശരിക്കും ഈ ഒരു മോഡ്യൂളിനകത്ത് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് ആണ് അടുത്തത് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്, മോഡ്യൂൾ 4. ഓക്കെ, അടുത്ത ലെക്ചറിൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.